ആരാണ് അള്ളാഹു? നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടതെല്ലാം തരുന്ന, ഭക്ഷണവും വസ്ത്രവും പാർപ്പിട സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും എന്തിനൊന്ന് എല്ലാം ജോലിയും കൂലിയും കച്ചവടവും എല്ലാം നൽകുന്ന, പണവും സമ്പാദ്യവും ആരോഗ്യവും നൽകിയ ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും കൃത്യമായി സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ നിങ്ങൾ ഈ പർവ്വത നിരകളിലേക്ക്, ഈ പാറകൾ കൊണ്ട് നിർമ്മിതമായ പർവ്വതം. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഅൽനൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണികളായി, ഭൂമിക്ക് സ്ഥിരത കിട്ടാൻ വേണ്ടിയുള്ള ആണികളായി നാം പർവ്വതങ്ങളെ ആക്കിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ അല്ലാഹുവിൻ്റെ അജായിബുകളിൽപ്പെട്ട മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആരാണ് അല്ലാഹു എന്ന് ചോദിക്കുക? അവനാണ് അല്ലാഹു, എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ, നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നവൻ. നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഡിസൈനറാണ് അല്ലാഹു. നമ്മൾ ഓരോ അവയവങ്ങൾ, നമ്മുടെ ഇന്നർ ഓർഗാൻസ്, ഔട്ടർ ഓർഗാൻസ് എല്ലാം നോക്കുമ്പോൾ ഇതാരാണ് ഡിസൈൻ ചെയ്തത്? അവനാണ് അല്ലാഹു. അല്ലയെ മാത്രം കൊള്ളടോ, മറ്റേതല്ലതും റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. സ്വർഗമാണല്ല, നരകമല്ലടോ, സ്നേഹമാണവനറിയടോ. നരക ജീവിതം സ്വർഗമാക്കുവാൻ അവനെ നീ സ്വന്തമാക്കേടോ. ശരിക്കും സ്നേഹിക്കുന്നവനെ അല്ലേ അള്ളാഹു? എന്തുമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹു തന്ന കണ്ണുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നിട്ടും നമ്മുടെ കാഴ്ചയുടെ ആ ഒരു ശക്തി കുറച്ചുകൊണ്ടിരിക്കാത്ത, അതിന് പകരമായി നമുക്ക് വീണ്ടും കാഴ്ച നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ പലത് മോശമായത് കേട്ടിട്ടും കേൾവി ശക്തിക്ക് ഒരു കുറവും വരുന്നില്ലല്ലോ. നമ്മൾ പലതും ചിന്തിച്ചിട്ടും നമ്മുടെ ചിന്ത ഇപ്പോഴും ക്ലിയർ ആണല്ലോ. എല്ലാം നൽകുന്നവൻ, എല്ലാം അറിയുന്നവൻ, നമ്മെ ഇഷ്ടത്തോടെ രണ്ട് കൈയും നീട്ടി നമ്മുടെ തൗബ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവൻ, റഹ്മാനും റഹീമും റഊഫുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല, റസ്സാഖും ഫത്താഹുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹുവിനെ നമ്മൾ പുൽകണം, അല്ലാഹുവിനെ സ്നേഹിക്കണം. അതാണ് ഈമാൻ്റെ ടേസ്റ്റ്, മധുരം.